ഹലോ കൂട്ടുകാരെ, ഇന്നേ നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന നോക്കിയാലോ. ലൈനിങ് ബ്ലൗസില്ലേ, ലൈനിങ് ഇട്ട് തയ്ക്കുന്ന കട്ടിങ് ബ്ലൗസ്, അത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ചെസ്റ്റ് അളവ് 13 ഇഞ്ച് അളവാണ് എടുത്തേക്കുന്നത്. ബ്ലൗസിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. ആ അളവിനനുസരിച്ച് നമ്മൾ ലൈനിങ് തുണി രണ്ടായിട്ട് മടക്കിയിടണം. ഇട്ടിട്ട് നേരെ താഴോട്ട് അതിൻ്റെ ലെങ്ത് അളന്ന് വരയ്ക്കണം. ലെങ്ത് അളന്നതിന് ശേഷം നമുക്കതിൻ്റെ വണ്ണം, അതിൻ്റെ വീതി, തുണിയുടെ വീതി, അതായത് ചെസ്റ്റ് അളവ്, ബ്രസ്റ്റ് അളവ്, ഷേപ്പ് അളവ്, അങ്ങനെ 3 അളവുണ്ട് നമുക്ക് ബ്ലൗസിന്. അപ്പോൾ ആ അളവ് 13 ഇഞ്ചാണ് അളവെടുത്തേക്കുന്നത്. ആ അളവനുസരിച്ച് നമുക്ക് ചോക്ക് കൊണ്ട് വരച്ചിടണം. അതിനുശേഷം നമുക്ക് ആ ബ്ലൗസിൻ്റെ കഴുത്തകലം നോക്കാം. ഇവിടെ കഴുത്തകലം 2.25 എടുത്തേക്കുന്നത്. അതിന് കഴുത്തിറക്കം പിൻകഴുത്തിറക്കമാണ്. ഇത് ബാക്ക് പീസാണ്. പിൻകഴുത്തിറക്കം ഒരു 7.5 എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ബ്ലൗസിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ കഴുത്തിറക്കവും കഴുത്തകലവും വയ്ക്കാൻ. ഷോൾഡർ ഇവിടെ 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഷോൾഡർ. കൈക്കുഴി അതനുസരിച്ച് കൈക്കുഴി എടുക്കുന്നുണ്ട്. 6.5 ഇഞ്ച് കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇത് വരച്ചിടണം. പിന്നെ അതിൻ്റെ ചെസ്റ്റ് അളവിലേക്ക് 13 ഇഞ്ച് ചെസ്റ്റ് അളവാണെങ്കിൽ ആ 13 ഇഞ്ചിലേക്ക് ആം ഹോളിൻ്റെ അളവ് വരച്ചിടുക. അതിനുശേഷം ആം ഹോൾ കർവ് ഉണ്ടല്ലോ, അത് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കുഴിച്ച് അത് വരച്ചെടുക്കണം. ഇത് സംശയമുണ്ടോ ഒന്നും കൂടെ അളന്ന് നോക്കാം ടേപ്പിന്. അതിൻ്റെ കഴുത്തിറക്കം എത്രയാണെന്നും കഴുത്തകലം കറക്റ്റാണോ എന്നും അതിൻ്റെ ആം ഹോൾ കറക്റ്റാണോ എന്നും ചെസ്റ്റ് അളവും അതിൻ്റെ ഷോൾഡറും ഒക്കെ കറക്റ്റാണോ എന്ന് ഒന്നും കൂടെ നമുക്ക് അളന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൈക്കുഴി, ആം ഹോളിൻ്റെ കർവ്, അതൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മേളിൽ നിന്നൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വളച്ച് കൈക്കുഴിയിലോട്ട് കൊടുക്കണം. ഷോൾഡറിൽ നിന്നൊരു 1/2 ഇഞ്ച് ഷേപ്പ് വരയ്ക്കണം. ഷോൾഡറും കഴുത്തുമായിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നൊരു ശകലം സൈഡ് ചേർത്ത് 1/2 ഇഞ്ച് ഷേപ്പ് വരയ്ക്കണം. ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ഏറ്റവും താഴ്ഭാഗം, ആ അളവ് നമ്മൾ ബ്ലൗസിൽ അളവെടുത്ത് നോക്കണം എത്ര ഉണ്ടെന്ന്. അതിനേക്കാൾ 2 ഇഞ്ച് കൂടുതലിട്ട് വേണം അവിടെ വരയ്ക്കാനും അളവെടുക്കാനും. പിന്നെ കഴുത്തിൻ്റെ റൗണ്ട് ഷേപ്പ്, അപ്പോൾ എത്രയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിന് അളവെടുത്തേക്കുന്ന ആ അളവനുസരിച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്ക് ബ്ലൗസിന് കൊടുക്കാം. നമുക്ക് ബ്ലൗസിന് അളവെടുക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് വെച്ച് അതിൻ്റെ പിൻഭാഗത്തെ കഴുത്തിൻ്റെ താഴോട്ടുള്ള അളവ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആ അളവ് 1 ഇഞ്ച് എന്തായാലും 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും പോകും. അതിൻ്റെ ബാലൻസാണ് നമുക്കവിടെ കാണേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് മുകളിലും താഴെയും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ആ അളവെടുക്കാൻ. അപ്പം മനസ്സിലാകാത്തവർ ഇത് ഞാൻ ബ്ലൗസ് എടുത്ത് കാണിക്കുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കണം. കറക്റ്റായിട്ട് ആ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ലൈനിങ് പീസാണ്, അത് കട്ട് ചെയ്ത് മാറ്റണം.
അളവ് ബ്ലൗസിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. ആദ്യമേ നമ്മൾ നാലായിട്ടത് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള അളവ് ബ്ലൗസിൻ്റെ സ്ലീവ് അത് കറക്റ്റായിട്ട് നേരെ വെച്ച് ആ തുണിയുടെ പുറത്തോട്ട് വിരിച്ചിടണം. അതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചൊക്കെ നമ്മൾ കൈനീളം ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ നീളം ഇറക്കത്തിൽ വെക്കും. അത് ഇച്ചിരി കൂട്ടിയിട്ടുകൊണ്ട് വേണം നമ്മൾ അളവെടുക്കാൻ. അതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ആ കൈനീളം കറക്റ്റാണെന്നൊന്ന് നോക്കി നമ്മുടെ അളവിലും കൂടെ കറക്റ്റാക്കിക്കൊണ്ട് ആ അളവിൽ തന്നെ വെട്ടിയെടുക്കാം. സ്ലീവിൻ്റെ അടിവണ്ണവും ആം ഹോളും എല്ലാം കറക്റ്റായിട്ട് വരച്ചിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. നമ്മളിതുവരെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. തുണി ക്രോസായിട്ടിട്ട് വെട്ടിയാണ് എടുക്കേണ്ടത്. അപ്പം ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് പീസ് നമ്മൾ ക്രോസായിട്ട് വിരിച്ചിട്ടിട്ട് ഫസ്റ്റ് വെട്ടി മാറ്റിയ ബാക്ക് പീസിൻ്റെ ആ അളവ് അതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ആ അളവൊന്ന് വരച്ചിടണം. ഇറക്കവും ഷോൾഡറും ആം ഹോളും ഒക്കെ കറക്റ്റാക്കിക്കൊണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ അളവെടുത്ത് വരച്ച് വെട്ടാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കഴുത്തിറക്കം എന്ന് പറയുമ്പം ഫ്രണ്ട് കഴുത്തിറക്കം ഒരു 6-6.5 ഇഞ്ച് മതിയാകും. ചിലരുടെ നീളം അനുസരിച്ചാണ് കഴുത്തിറക്കം വരുന്നത്. ആം ഹോള് കൈക്കുഴിയുടേത് 1/2 ഇഞ്ച് കൂടുതലെടുത്ത് വേണം വെട്ടാൻ. കട്ട് ബാൻഡിൻ്റെ ഇറക്കം നമ്മൾ നോക്കിയിട്ട് അത് അളവനുസരിച്ച് വേണം അത് വരച്ചിടാൻ. താഴെ കട്ട് ബാൻഡ് പിടിപ്പിക്കേണ്ടതാണ്. ഈ അളവിന് വെട്ടി മാറ്റണം. നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്ലീവും ലൈനിങ്ങിൻ്റെ വെട്ടി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഒറിജിനൽ തുണി നമ്മുടെ സാരി ഇപ്പോൾ വിത്ത് ബ്ലൗസിൽ നിന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കസവ് വരുന്ന ആ സൈഡ് ഭാഗമാണ് നമ്മൾ സ്ലീവിനായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. പിന്നീടാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ തുണി കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണി ശ്രദ്ധിച്ച് വേണം വിത്ത് ബ്ലൗസിൻ്റെ ഇത് വെട്ടാൻ. അപ്പോൾ ചിലർക്ക് തുണി നിരമ്പത്തില്ല. അപ്പം ഞാനിതിപ്പം സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആവശ്യത്തിന് കറക്റ്റായ രീതിയിൽ തന്നെ അത് മടക്കിയിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ച് നോക്കി കറക്റ്റാക്കി അതേ അളവിന് നമ്മൾ അതിൻ്റെ കഴുത്തിറക്കം മാത്രം നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തത്തില്ല. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്താൽ മതി. ആ കറക്റ്റ് അളവിന് ഒന്ന് ചോക്ക് കൊണ്ട് ഒന്ന് വരച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ടേപ്പിനൊന്നും കൂടെ അളവെടുക്കും. കറക്റ്റാണോ എന്ന് നമ്മളും കൂടെ ഒന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് വരച്ചിടുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ടേപ്പ് കൊണ്ട് ഒന്നും കൂടെ അടയാളപ്പെടുത്തും.
ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് നേരത്തെ കട്ട് ചെയ്തത് ക്രോസായിട്ടാണ് ലൈനിങ്ങിനകത്ത്. നമ്മൾ ബ്ലൗസ് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്തത് ക്രോസായിട്ടാണ്. അപ്പോൾ ആ ക്രോസായിട്ട് കിട്ടുമെന്ന് നോക്കണം. ചില തുണി നമുക്ക് ഒരു കാരണവശാലും ക്രോസ് കിട്ടത്തില്ല. അപ്പോൾ ഇത് മാക്സിമം ക്രോസ് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ അത് വിരിച്ചിടണം. വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആദ്യം വെട്ടി വെച്ചിരുന്ന ക്രോസ് തുണി ഫ്രണ്ട് പീസ് അതെൻ്റെ മേളിലോട്ട് വിരിച്ചിട്ടിട്ട് അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തുന്ന പോരാഞ്ഞിട്ട് നമ്മളും പിന്നെ ടേപ്പ് കൊണ്ട് ഒന്നും കൂടെ കറക്റ്റാണോ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യത്യാസം മാറ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റ് അളവിന് തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇപ്പം മുൻകഴുത്തും പിൻകഴുത്തും നമ്മുടെ ലൈനിങ് പീസിൽ വെട്ടിയിട്ടുള്ളൂ. ബാക്ക് പീസിലും അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ. അതിൻ്റെ തുണിയുടെ അകത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് കട്ട് ചെയ്തു. അടുത്തത് കട്ട് ബാൻഡിൻ്റെ അളവാണ്. ഒരു 9-9.5 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും 6 കഷ്ണം തുണിയാണ് നമ്മൾ കട്ട് ബാൻഡിന് എടുക്കുന്നത്. അത് കറക്റ്റ് നമുക്ക് കസവിൻ്റെ 2 എണ്ണം എന്തായാലും ബ്ലൗസിൻ്റെ തുണിയിൽ തന്നെ കാണും. അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ലൈനിങ്ങോ വേറെ എന്തെങ്കിലും തുണിയും കൂടെ വെട്ടിയെടുത്താൽ മതിയാകും. അങ്ങനെയാണ് ഞാൻ കട്ട് ബാൻഡ് വയ്ക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ മോഡൽ രീതിയാണ് കാണിക്കുന്നത്. അടുത്തത് കട്ട് ബാൻഡിൻ്റെ കഷ്ണം തുണിയാണ് കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 6 പീസ് വേണം. നമ്മളിപ്പോൾ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ പുറകെ വരുന്നതാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.